പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ എന്ന ഭാഗമാണ് പഠിച്ചു വരികയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താൻ്റെ ഖുതുവാത്ത് പിൻപറ്റുന്നതിനെ വിലക്കുകയാണ് ഇവിടെ. പ്രസ്തുത ഖുതുവാത്ത് എന്താണ് എന്നതിൻ്റെ അന്വേഷണത്തിൽ പല അഭിപ്രായങ്ങൾ പ്രാമാണികർ പറഞ്ഞത് നമ്മളിവിടെ ശ്രവിച്ചു. ചില സംഭവങ്ങളെയും തൽവിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതൊരു സുപ്രധാന ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് വിലക്കിയൊരു വിഷയമാണിത്. അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യവുമാണ് ഈ ആവർത്തനം വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഖുതുവാത്ത് ശൈത്താൻ എന്താണെന്നത് പ്രാമാണികരെ ഉദ്ധരിച്ച് നാം മനസ്സിലാക്കുന്നത്. സഹാബി വര്യനായ അബൂ റാഫിഅ പറയുന്നത്, ഒരിക്കൽ ഞാൻ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു. അവർ ഞാൻ ദേഷ്യപ്പെട്ടതിനോട് പ്രതികരിച്ചത് ഹിയ യൗമൻ യഹൂദിയ വയൗമൻ നസ്രാനിയ വകുല്ലു മംലൂകിൻ ലഹാ ഹുർറുൻ ഇല്ലം തുതല്ലിഖ് ഇംറഅതക് എന്നാണ്. അവർ ഒരു ദിനം ജൂത സ്ത്രീയാണ്, മറ്റൊരു ദിനം നസ്രാനിയത്താണ്. അവർക്കുള്ള എല്ലാ അടിമകളും സ്വതന്ത്രരുമാണ്. താങ്കൾ എന്നെ തലാക്ക് നിർവഹിച്ചില്ല എങ്കിൽ. ദേഷ്യപ്പെട്ട സ്ത്രീ ഭർത്താവിനെ തലാക്കിന് നിർബന്ധിക്കുന്ന ഒരു പ്രയോഗവും ശൈലിയുമാണിത്. അബൂ റാഫിഅ ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഈ വിവരം പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, ഇന്നമാ ഹാദിഹി മിൻ ഖുതുവാത്തി ശൈത്താൻ, ഇത് ശൈത്താൻ്റെ ഖുതുവാത്തിൽപ്പെട്ടതാകുന്നു. ഈ വിവരം സൈനബ് ബിന്തു ഉമ്മി സലമ റളിയല്ലാഹു തആല അൻഹ കേൾക്കുകയുണ്ടായി എന്നാണ്. സൈനബ് ബിന്ത് ഉമ്മി സലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ റബീബത്താണ്, വളർത്തുമകൾ. വലിയ പണ്ഡിതയായിരുന്നു വിശുദ്ധ മദീനയിൽ ഈ സൈനബ് എന്നവർ. അവരും ഈ പ്രയോഗത്തോട് പ്രതികരിച്ചത് ഇന്നമാ ഹാദിഹി മിൻ ഖുതുവാത്തി ശൈത്താൻ, ഇത് ശൈത്താൻ്റെ കാൽവെപ്പുകളിൽപ്പെട്ടതാണ് എന്നാണ്. അബൂ റാഫിഅ ആസിം ഇബ്നു ഉമർ എന്നിവരുടെ അടുക്കൽ ചെല്ലുകയുണ്ടായി. അദ്ദേഹവും ഇതുപോലെ തന്നെയാണ് പ്രതികരിച്ചത് എന്നാണ്. ഖുതുവാത്ത് ശൈത്താൻ വിവിധ വിഷയങ്ങളെയാണ് അറിയിക്കുന്നത്. ശൈത്താൻ്റെ വിവിധ പ്രവർത്തനങ്ങളെയും പ്രകടനങ്ങളെയും ദുർമന്ത്രണങ്ങളെയും മാർഗങ്ങളെയും ഒക്കെ അത് അറിയിക്കുന്നു. ഒരു കവി പറഞ്ഞില്ലേ, ഖാല വലാ തത്തബിഉ ഖുതുവാത്ത് ഐ തുറുഖ ശൈത്താനി വസ്സല്ലാത്ത് ലാ തഖ്തദൂ ബിഹി തുഹർരിമുൽ ഹലാൽ സുമ്മ തുഹല്ലിലുൽ ഹറാമ ബിദ്ദലാൽ എന്ന്. നിങ്ങൾ ഖുതുവാത്തിനെ പിന്തുടരരുത്. ഖുതുവാത്ത് എന്നാൽ ശൈത്താൻ്റെ വഴികളും ശൈത്താൻ്റെ പിഴവുകളുമാണ്. ശൈത്താനെ നിങ്ങൾ പിന്തുടരരുത്. അങ്ങനെയായാൽ നിങ്ങൾ ഹലാലിനെ ഹറാമാക്കും, പിന്നീട് ഹറാമിനെ ഹലാലുമാക്കും, എല്ലാം വഴികേടിലൂടെ എന്നാണ്. കവിതയിൽ ശൈത്താൻ്റെ ഖുതുവാത്ത്, ശൈത്താൻ്റെ വഴികൾ, അതേപോലെ സല്ലാത്ത്, പിഴവുകൾ ആണെന്ന് അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബത്തിന് നന്നെ ബോധ്യപ്പെടാൻ ചിത്രീകരിച്ച് കാണിച്ചത് ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. തിരുസവിധത്തിൽ ഞങ്ങളിരിക്കെ അവിടുന്ന് ഖത്ത ഖത്തൻ വഖത്ത ഖത്തൈനി അൻ യമീനിഹി വഖത്ത ഖത്തൈനി അൻ യസാരിഹി എന്നാണ്. ഒരു നേർരേഖ വരച്ചു, പിന്നെ അതിൻ്റെ വലതു ഭാഗത്ത് 2 വരകളും ഇടതു ഭാഗത്ത് 2 വരകളും അവിടുന്ന് വരക്കുകയുണ്ടായി. സുമ്മ വദഅ യദഹു ഫിൽ ഖത്തിൽ ഔസത്ത്, പിന്നെ നടുവിൽ വരച്ച ആ നേർരേഖയിൽ തിരുദൂതർ അവിടുത്തെ കൈവച്ചു. തുടർന്ന് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇത് അള്ളാഹുവിൻ്റെ റുജു മാർഗവും പാതയുമാകുന്നു. വഹാദിഹി സുബുൽ, ഈ വഴികൾ എന്ന് പറഞ്ഞാൽ ഇടതു വലതു ഭാഗങ്ങളിൽ വരച്ച വഴികൾ. ലൈസ മിൻഹാ സബീലുൻ ഇല്ല അലൈഹി ശൈത്താനുൻ യദ്ഉ ഇലൈഹി, അതിലൊരു വഴിയുമില്ല അതിൽ ഷൈത്താനില്ലാതെ. ഷൈത്താൻ ആ വഴിയിലേക്ക് തന്നിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി എന്ന ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. ഇത് എൻ്റെ നേർമാർഗമാകുന്നു, നിങ്ങൾ അതിനെ പിന്തുടരൂ. നിങ്ങൾ മാർഗങ്ങളെ പിന്തുടരരുത്, അത് നിങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ശിഥിലമാക്കും, വഴിതെറ്റിക്കും എന്ന അർത്ഥത്തിൽ അവിടുന്ന് പാരായണം ചെയ്തു എന്നാണ്. ഖുതുവാത്ത് ശൈത്താൻ ഇതുപോലെ പലത് പഠിപ്പിക്കപ്പെട്ടു. വകുല്ലു മാ അദ സുനൻ വശറാഇഅ മിനൽ ബിദഅ, സുന്നത്തുകളും ദീനീചര്യകളും ഒഴികെയുള്ളതെല്ലാം അഥവാ ബിദഅത്തുകൾ, അതേപോലെ വൽ മആസി, തെറ്റുകുറ്റങ്ങൾ, ഫഹുവ ഖുതുവാത്ത് ശൈത്താൻ, അത് ശൈത്താൻ്റെ ഖുതുവാത്താണ് എന്ന് ഇബ്നു അത്തിയ റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട്. ശൈത്താൻ്റെ പ്രവൃത്തി, അവൻ നേരിട്ട് തിന്മയിലേക്കും തൻ്റെ വഴിയിലേക്കും തന്നിലേക്കും ക്ഷണിക്കുകയില്ല, പ്രത്യുത വളഞ്ഞ വഴി അന്വേഷിക്കും എന്നുള്ളതാണ്. ചിലർ അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് മദ്യപിക്കാൻ
ഷെയ്ത്താനിൽ നിന്ന് ആഹ്വാനം വരില്ല. എന്നാൽ ആത്മീയ പാനീയം എന്ന പേര് നൽകി മദ്യം സേവിക്കാൻ ഷെയ്ത്താൻ പരിശ്രമിക്കും. കൈക്കൂലി വാങ്ങാൻ ഷെയ്ത്താൻ ആഹ്വാനം ചെയ്തോളണമെന്നില്ല. എന്നാൽ സമ്മാനമെന്നോ പാരിതോഷികമെന്നോ ഒക്കെ പറഞ്ഞ് കൈക്കൂലിയെ മൊഞ്ചാക്കി അലങ്കൃതമാക്കി അത് കൊള്ളാൻ ഷെയ്ത്താൻ പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്രകാരം ഷെയ്ത്താൻ തെറ്റിലേക്ക്, നാശത്തിലേക്ക് ഷെയ്ത്താൻ കാൽവെപ്പുകൾ നടത്തുമ്പോൾ നേരിയ കാൽവെപ്പുകൾ തുടക്കത്തിൽ, പിന്നീട് കാൽവെപ്പുകളുടെ വലിപ്പവും ഗൗരവവും കൂടുകയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ, യഅതി ശൈത്താനു അഹദകും ഫയഖൂൽ, ഷെയ്ത്താൻ നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ വരും, എന്നിട്ട് പറയും, മൻ ഖലഖസ് സമാവാത്, ആരാണ് വാനങ്ങളെ സൃഷ്ടിച്ചത് എന്ന്. അപ്പോൾ ഫയഖൂലുല്ലാഹ്, ചോദിക്കപ്പെട്ടവൻ അല്ലാഹ് എന്ന് പറയും. സുമ്മ യഖൂൽ, പിന്നീട് ഷെയ്ത്താൻ ചോദിക്കും, മൻ ഖലഖൽ അർദ്, ആരാണ് ഭൂമിയെ പടച്ചത്. ഫയഖൂലുല്ലാഹ്, ചോദിക്കപ്പെട്ടവൻ അല്ലാഹ് എന്ന് പ്രതികരിക്കും. ഹത്താ യഖൂൽ, ആ ചോദ്യം തുടരും. എത്രത്തോളം? മൻ ഖലഖല്ലാഹ്, ആരാണ് അള്ളാഹുവിനെ പടച്ചത് എന്ന് ഷെയ്ത്താൻ ചോദിക്കുവോളം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൈദാ വജദ അഹദുക്കും ദാലിക്, ഷെയ്ത്താനിൽ നിന്നുള്ള ഇത്തരം ചോദ്യങ്ങൾ ഒരാൾ അനുഭവിക്കുമ്പോൾ, ഫലിയഖുൽ ആമൻതു ബില്ലാഹി വറുസുലിഹി, ഞാൻ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലുമാരിലും വിശ്വസിച്ചിരിക്കുന്നു എന്നവൻ പ്രഖ്യാപിക്കട്ടെ. സുമ്മ ലിയത്ഫുൽ അൻ യസാരിഹി സലാസൻ, പിന്നെ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 തവണ പാറ്റിത്തുപ്പുകയും ചെയ്യട്ടെ. വലിയസ്തഈദ് ബില്ലാഹ് മിനശ് ശൈത്താൻ, ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിൽ രക്ഷ തേടട്ടെ. വലിയൻ തഹി, ഈ വസ്വാസിൽ നിന്ന് അവൻ വിരമിക്കുകയും വിട്ടകലുകയും ചെയ്യട്ടെ. ഫഇന്ന ദാലിക യദ്ഹബു അൻഹു, ഇങ്ങനെ ചെയ്യുകയായാൽ ആ വസ്വാസ് അവനിൽ നിന്ന് പോയി പോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഷെയ്ത്താൻ്റെ ഖുതുവാത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി തരികയാണ്. അവൻ്റെ കാൽവെപ്പുകൾ അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഗൗരവം കുറഞ്ഞതിൽ നിന്ന് ഗൗരവം പൂണ്ടതിലേക്ക്, ഇങ്ങനെയാണ് ആ ഖുതുവാത്ത് എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഏതായാലും ഞാനിവിടെ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ഷെയ്ത്താൻ്റെ ഖുതുവാത്തിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ താല്പര്യമെന്ത്, ഉദ്ദേശമെന്ത് എന്നത് ബോധ്യപ്പെടാനാണ് ഇതൊക്കെ ഉണർത്തുകയുണ്ടായത്. പല വിഷയങ്ങൾ ഇതിലൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്നാണ്. ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവ്വും മുബീൻ വ്യക്തമായ ശത്രുവാകുന്നു എന്നാണ്. ഇവിടെ ഇന്നഹു എന്നുള്ളത് തഅലീലിന് വേണ്ടി എന്നതിൽ സംശയമല്ല. നിങ്ങൾ ഷെയ്ത്താനെ പിന്തുടരരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ കാരണം അതാണ് തഅലീൽ. കാരണം അവൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങൾ മാനവർക്ക്, മനുഷ്യർക്ക് വ്യക്തമായ ശത്രുവാകുന്നു. ഈ ശത്രുതയുടെ പ്രാധാന്യം അറിയിക്കുവാൻ ഇഹ്തിമാമിന് വേണ്ടിയാണ് ഈ ഇന്ന പ്രയോഗിച്ചത്. ഇത് തൗക്കീദിന് വേണ്ടിയല്ല, ബലപ്പെടുത്താനല്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് ബലപ്പെടുത്താനല്ല? കാരണം ഷെയ്ത്താൻ്റെ ശത്രുത അത് മാലോകർക്കെല്ലാം നന്നേ വ്യക്തവും ബോധ്യവുമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ത്താൻ വ്യക്തമായ ശത്രുവാണ് എന്ന് തീർച്ചപ്പെടുത്തി ബലപ്പെടുത്തി പറയേണ്ടതില്ല. മുശ്രിക്കുകൾ പോലും ഷെയ്ത്താനെ ശത്രുവായി ഗണിച്ചിരുന്നു. ആ ഷെയ്ത്താന്റെ വഴിയിൽ അവർ സഞ്ചാരികളായിട്ടും ആ ഷെയ്ത്താൻ അവരെ നന്നായി അടക്കി വാണിട്ടും മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ അവർ ജംറകളിൽ കല്ലെറിയുമായിരുന്നു. ആ കല്ലേറിയിൽ അവർ വിശ്വസിച്ചിരുന്നത് ഷെയ്ത്താനെയാണ് തങ്ങൾ കല്ലെറിയുന്നത് എന്നാണ്. തങ്ങളുടെ ശത്രുവാണ് ഷെയ്ത്താൻ എന്നതിനാലാണ് അവർ അവിടം കല്ലെറിഞ്ഞിരുന്നത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ മുശ്രിക്കുകൾക്ക് വരെ ഷെയ്ത്താൻ ശത്രുവാണെന്ന ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബലപ്പെടുത്തി തീർച്ചപ്പെടുത്തി പ്രസ്താവിക്കേണ്ട ഒരു വിഷയമല്ല അദുവ്വും മുബീൻ എന്നത് എന്നാണ് ചില തഫ്സീറുകളിൽ വായിക്കാൻ സാധിച്ചത്. ഏതായാലും നിങ്ങൾ ഷെയ്ത്താനെ പിന്തുടരരുത് എന്നതിൻ്റെ തഅലീൽ കാരണമാണ് ഈ അനുബന്ധം. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ത്താനെ കുറിച്ച് മുബീനായ അദു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അബ്ബാഹിറുൽ അദാവ, ശത്രുത നന്നേ പ്രകടമായ വ്യക്തമായ എന്ന അർത്ഥത്തിൽ. മുബീൻ എന്നത് അബാന എന്ന ക്രിയയിൽ നിന്നുള്ളതാണ്. ഈ അബാന വ്യക്തമാക്കി എന്ന അർത്ഥത്തിലല്ല, പ്രത്യുത വ്യക്തമായി എന്ന അർത്ഥത്തിലാണ്. ബാന എന്ന ക്രിയയുടെ അർത്ഥത്തിലാണ്. അബാന എന്നതിന് വ്യക്തമാക്കി എന്നും അർത്ഥമുണ്ട്, വ്യക്തമായി എന്നും അർത്ഥമുണ്ട്. വ്യക്തമായി എന്ന അർത്ഥത്തിലുള്ള അബാനയിൽ നിന്നുള്ള ഇസ്മാണ് മുബീൻ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് പറഞ്ഞാൽ അകക്കാഴ്ചയിൽ, ഉൾക്കാഴ്ചയിൽ ബോധ്യപ്പെടുന്ന വിഷയമാണ്. വ്യക്തമായ ശത്രുവാണ് ഷെയ്ത്താൻ, ഇബ്ലീസ് എന്നുള്ളത്. മുബീൻ എന്നതിന് വ്യക്തമായി
എന്നാണ് അർത്ഥം, വ്യക്തമാക്കി എന്നല്ല എന്ന് പറയാൻ കാരണം ശൈത്താന്റെ പ്രവണത, ശൈത്താൻ ഒരിക്കലും വ്യക്തമാക്കിയല്ല ചതിയിലകപ്പെടുത്തുന്നതും വഴികേടിലാഴ്ത്തുന്നതും തെറ്റുകളിലും നാശങ്ങളിലും നിബന്ധിപ്പിക്കുന്നതും. ശൈത്താന്റേത് ഗുണകാംക്ഷയുടെ പൊതിയിൽ വസ്വാസുകളാണ്. അവൻ ശത്രുവിന്റെ വേഷത്തിലല്ല, മിത്രത്തിന്റെ വേഷത്തിലാണ് വരിക. ശത്രുത അവന്റെ ഉള്ളിലാണ്, അവന്റെ പുറം മിത്രമായിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വമൻ യത്തഖിദി ശൈത്താന വലിയ്യം മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന എന്ന് സൂറത്തുൻ നിസാഇന്റെ 119 പറയുകയുണ്ടായത്. ശൈത്താനെ വല്ലവരും അള്ളാഹുവെ കൂടാതെ വലിയായി സ്വീകരിച്ചാൽ വലിയ മിത്രമാണ്. ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന, അവൻ വ്യക്തമായ നഷ്ടത്തിൽ അകപ്പെട്ടിരിക്കുന്നു തീർച്ച എന്ന്. പ്രത്യക്ഷത്തിൽ ശൈത്താൻ വരികയായാൽ തന്നെ മറ്റൊരാളുടെ വേഷം കെട്ടി താൻ ശൈത്താനാണെന്ന് അറിയിക്കാത്ത വിധത്തിലായിരിക്കും. ബദറിലൊക്കെ ശൈത്താന്റെ അവതരണം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുകയും ചെയ്തില്ലേ? വഇദ് സയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസി വഇന്നീ ജാറുൽ ലക്കും എന്ന് തുടങ്ങി സൂറത്ത് അൻഫാലിലെ വിശുദ്ധ വചനത്തിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ അഹങ്കാരപ്പടക്ക് അവരുടെ ചെയ്തികളെ ശൈത്താൻ അവർക്ക് അലങ്കരിച്ച് കാണിച്ച സന്ദർഭം ഓർക്കുക. ഞാൻ നിങ്ങളുടെ സഹായിയായിരിക്കെ ഇന്ന് നിങ്ങളെ തോൽപ്പിക്കുവാൻ ആളുകളിൽ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ്, ഇതാണ് ശൈത്താന്റെ പ്രത്യേകതയും പ്രവണതയും. അബൂദർദാ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുവാൻ എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങിയപ്പോൾ അഊദു ബില്ലാഹി മിൻക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ അഭയം തേടുന്നത് കേൾക്കുകയാണ്. നിന്നിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് തിരുദൂതർ രക്ഷാതേട്ടം നടത്തുന്നതാണ് സഹാബത്ത് കേൾക്കുന്നത്. അൽ അനു കബിലാനത്തില്ല, അള്ളാഹുവിന്റെ ലാനത്ത് നിന്നിൽ ഉണ്ടാവട്ടെ എന്നും തിരുദൂതർ ആവർത്തിക്കുന്നുണ്ട്. 3 തവണ അങ്ങനെ പറഞ്ഞു എന്നാണ്. എന്ന് മാത്രമല്ല അബൂദർദാ പറയുകയാണ്, എന്തോ കയ്യിലെടുക്കുന്നത് പോലെ തിരുദൂതർ തന്റെ കൈ നീട്ടുകയുണ്ടായി നിസ്കാരത്തിൽ. അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖദ് സമിഅനാക തഖൂലു ഫി സ്വലാത്തി ശൈഅൻ ലം നസ്മഅക തഖൂലുഹു ഖബ്ല ദാലിക്. തിരുദൂതരെ, താങ്കൾ നിസ്കാരത്തിൽ ചിലത് പറയുന്നത് ഞങ്ങൾ കേട്ടു, ഇതിനു മുമ്പ് താങ്കൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. വറഅയ്നാക ബസത്ത യദക്, അങ്ങ് കൈ നീട്ടുന്നതും ഞങ്ങൾ കണ്ടു, എന്താണ് കാര്യം എന്ന നിലക്കാണ് ചോദ്യം. അപ്പൊ അവിടുന്ന് പറഞ്ഞത്, ഇന്ന അദുവല്ലാഹി ഇബ്ലീസ് ജാഅ ബിശിഹാബിൻ മിൻ നാർ ലിയജഅലഹു ഫീ വജ്ഹി. അല്ലാഹുവിന്റെ ശത്രു ഇബ്ലീസ് ഒരു തീ കൊള്ളിയുമായി വന്നു അതെന്റെ മുഖത്ത് വെക്കുന്നതിന് വേണ്ടി. അപ്പോഴാണ് ഞാൻ അഊദു ബില്ലാഹി മിൻക് എന്ന് 3 തവണ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു അലാനു കബിലാനത്തില്ലാഹി തമ്മ എന്ന് 3 തവണ പറഞ്ഞു. ഫലം യസ്തഖിർ, എന്നിട്ടും ഇബ്ലീസ് പിന്മാറുന്നില്ല. ഫഅഖത്തു ബിഹൽഖിഹി ഫഖനഖ്തുഹു, അപ്പോൾ ഞാൻ അവന്റെ കഴുത്തിൽ പിടിക്കുകയും അവനെ ഞാൻ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. ഫമാസിൽതു അഖ്നുഖുഹു ഹത്താ വജദ്തു ബർദ ലുആബിഹി ബൈന ഇസ്ബിഐ ഹാതൈൻ അൽ ഇബ്ഹാം വല്ലതി തലീഹ, ഞാൻ അവനെ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു. അവന്റെ കേലയുടെ തണുപ്പ് എൻ്റെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിൽ ഞാൻ അനുഭവിക്കുവോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പറയുകയുമുണ്ടായി. ഞാൻ ഇതിവിടെ ഉദ്ധരിച്ചത് ഇവിടെ പറഞ്ഞ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, കാരണം അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്ന് പറഞ്ഞത് അവൻ ശത്രുത വ്യക്തമാക്കി ആഗതമാകുന്നവനല്ല. എന്നാൽ വ്യക്തമായ ശത്രു എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ ഇങ്ങോട്ട് മനുഷ്യർക്കുള്ള തെളിഞ്ഞ ശത്രുവാണ് ഇബ്ലീസ്. ആ ശത്രുത നഗ്നനേത്രങ്ങളിൽ തെളിഞ്ഞു കാണുന്നതല്ല, പ്രത്യുത ഉൾക്കാഴ്ചയിൽ ബോധ്യപ്പെടുന്ന വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു വിഷയമാണ് ഈ ശൈത്താന്റെ ശത്രുത. ഇന്ന ശൈത്താന ലക്കും അദു ഫത്തഖിദൂഹു അദുവ, ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാകുന്നു, അവനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണമേ. അന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക്, ഈ ഇബ്ലീസ് നിനക്കും നിന്റെ ഇണക്കും ശത്രുവാകുന്നു തീർച്ച. ആദം ഹവ്വ അലൈഹിമസ്സലാം ദമ്പതികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഖുൽ ലകുമാ ഇന്ന ശൈത്താന ലകുമാ അദുവ്വുൻ മുബീൻ, ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തില്ലേ ഇരുവരോടും, ശൈത്താൻ നിങ്ങൾ ഇരുവർക്കും വ്യക്തമായ ശത്രുവാകുന്നു എന്ന്. ആദം ഹവ്വ ദമ്പതികളോട് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അദുവ്വുൻ മുബീൻ എന്ന ശൈത്താന്റെ ഈ വിശേഷണം പറഞ്ഞിട്ടുള്ളത് പ്രത്യുത മനുഷ്യരോട് ഒന്നടങ്കമാണ്. അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ,
മനുഷ്യരെ, നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിട്ടില്ലേ നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത് എന്ന്? തീർച്ചയായും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു. ഇതുപോലെ വചനങ്ങൾ പലത്. ഇന്ന ശൈത്താന യൻസഖു ബൈനഹും ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. സൂറത്ത് ഇസ്രായീൽ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദു ബിഅസ ലിദ്ദാലിമീന ബദല എന്നാണ് ആ വിഷയത്തിൽ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്താൻ എന്ന വിഷയം ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നത് പഠിക്കവേ പ്രസ്തുത വചനങ്ങളുടെ ഒടുക്കം ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്ന് വന്ന വചനങ്ങൾ ശ്രവിക്കുകയുണ്ടായി. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള ഈ അറിയിപ്പുകൾ ശൈത്താന്റെ വിഷയത്തിൽ അത് നമ്മളോട് പറയുന്നത് എന്താണ്? മുശ്രിക്കിന് പോലും ശൈത്താൻ തന്റെ ശത്രുവാണ് എന്നുള്ളത് ബോധ്യമുള്ള വിഷയമാണ്. എന്നിട്ടും ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉണർത്തുമ്പോൾ എപ്പോഴും നമ്മൾ ഓരോരുത്തരും ഓർമ്മ പുതുക്കേണ്ട വിഷയമാണ് ശൈത്താന്റെ ശത്രുത എന്നുള്ളതാണ്. അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ ഇബ്ലീസ് തന്നെ നേരിട്ട് അള്ളാഹുവിനോട് പറഞ്ഞ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. എന്താണ് ഇബ്ലീസ് നേരിട്ട് അള്ളാഹുവിനോട് പറഞ്ഞത്? ബിഇസ്സതിക വജലാലിക് ലാ അബ്റഹു ഉഗ്വി ബനി ആദമ മാദാമത്തിൽ അർവാഹു ഫീഹിം എന്നാണ്. നിന്റെ പ്രതാപമാണ് സത്യം, നിന്റെ മഹത്വമാണ് സത്യം. ഇബ്ലീസ് പറയുകയാണ് അള്ളാഹുവിൽ ആണയിട്ട്. എന്താ പറയുന്നത്? ലാ അബ്റഹു ഉഗ്വി ബനി ആദം, ഞാൻ മനുഷ്യരെ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. മാദാമത്തിൽ അർവാഹു ഫീഹിം, അവരിൽ ആത്മാവുള്ള കാലത്തോളം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് പ്രതികരിച്ചത് ഫബിഇസ്സതി വജലാലി ലാ അബ്റഹു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി എന്നാണ്. എൻ്റെ ഇസ്സത്താണ് സത്യം, എൻ്റെ ജലാലാണ് സത്യം, ഞാൻ അവർക്ക് പൊറുത്തുകൊണ്ടിരിക്കും അവരെന്നോട് പൊറുക്കലിനെ തേടുന്നിടത്തോളം കാലം എന്നാണ്. ഇവിടെ ഇബ്ലീസ് അദുവ്വുൻ മുബീൻ എന്ന് ആവർത്തിച്ച് അറിയിക്കപ്പെട്ടത് എന്തിനാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടാനാണ് ഈ ഒരു തിരുമൊഴി ഇവിടെ കേൾപ്പിച്ചത്. ആത്മാവുള്ള കാലത്തോളം നമ്മെ പിഴപ്പിക്കുവാൻ പിശാച് പണിയെടുത്തുകൊണ്ടേ ഇരിക്കുമെന്ന് അള്ളാഹുവിനോട് ആണയിട്ട് പിശാച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയമാണ് നമ്മളിൽ നമ്മുടെ ആത്മാവുള്ളിടത്തോളം കാലം ഈ ഒരു ശത്രുതയുടെ വിഷയം. അതിനാലാണ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സഗൗരവത്തിൽ ആവർത്തിച്ച് ഉണർത്തിയിട്ടുള്ളത്. പ്രമുഖ താബിഈ പണ്ഡിതനായ ഉഹൈബ് ബിനുൽ വർദ് അൽ മക്കി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കണ്ടുമുട്ടാൻ അവസരമുണ്ടായ ഒരു താബിഈ പണ്ഡിതനാണ് ഈ ഉഹൈബ് ഇബ്നുൽ വർദ് അൽ മക്കി. അദ്ദേഹം വേദക്കാരിൽ നിന്ന് കേട്ട ഒരു നിവേദനം ഇപ്രകാരം ഉദ്ധരിക്കുന്നുണ്ട്. യഹ്യ ഇബ്നു സക്കരിയ അലൈഹി അസ്സലാമക്ക് ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്നാണ്. എന്നിട്ട് യഹ്യയോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞത് ഇന്നി ഉരീദു അൻ അൻസഹക്, അങ്ങയെ ഉപദേശിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. യഹ്യ അലൈഹിസ്സലാം പ്രതികരിച്ചത് ലാ ഹാജത ലി ഫീ നുസ്ഹിക്, നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ യഹ്യ ഇബ്നു സക്കരിയ ഇബ്ലീസിനോട് മനുഷ്യരെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞത് ഹും ഇൻദനാ സലാസത്തു അസ്നാഫ്, മനുഷ്യർ ഞങ്ങളുടെ അടുക്കൽ 3 തരക്കാരാണ്. അമ്മ സിൻഫു മിൻഹും വഹും അഷദ്ദുൽ അസ്നാഫി അലൈന, ആ 3 കൂട്ടരിലൊരു വിഭാഗം ഞങ്ങൾ പിശാചുക്കൾക്ക് ഏറെ കഠിനമായിട്ടുള്ള വിഭാഗമാണ്. നഖ്ബലു അലാ അഹദിഹിം ഹത്താ നഫ്തിനഹു വനതമക്കൻ മിൻ, അവരിലൊരാളിലേക്ക് ഞങ്ങൾ ചെന്ന് അവനെ പിഴപ്പിക്കുവാൻ, അവനിലൊരു അവസരം ലഭിക്കാൻ ചെന്നാൽ ഫയഫ്സഉ ഇലൽ ഇസ്തിഗ്ഫാരി വത്തൗബ, അയാൾ പാപമോചനത്തേട്ടത്തിലേക്കും തൗബയിലേക്കും പെട്ടെന്ന് ആശ്രിതനാകും. ഫയഫ്സുദു അലൈന കുല്ല ഷൈഇൻ അദ്റക്നാ മിൻ, അയാളിൽ നിന്ന് ഞങ്ങൾ എടുത്തതെന്തോ അതെല്ലാം തൗബയിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ അയാൾ അസാധുവാക്കും, അത് കേടാക്കും. സുമ്മ നഊദു ഇലൈഹി ഫയഊദ് ഫലാ നഹ്നു നൈഅസു മിൻഹു വലാ നഹ്നു നുദ്രികു മിൻഹു ഹാജതന, ഞങ്ങൾ വീണ്ടും അയാളിലേക്ക് ചെല്ലും, പക്ഷേ അയാൾ തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും മടങ്ങും. ഞങ്ങൾ അയാളിൽ നിന്ന് നിരാശപ്പെടുകയില്ല, എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അയാളിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനും ആവുകയില്ല. ഫനഹ്നു മിൻഹു ഫി അന, ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ പ്രയാസത്തിലും ഞെരുക്കത്തിലുമാണ് എന്ന് പറഞ്ഞാൽ പിഴപ്പിക്കാനാവില്ല. അയാൾക്ക് നേരെ ചെന്ന് എന്തൊക്കെ ചെയ്താലും ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്ത് ഞങ്ങൾ നേടിയത് അയാൾ അസാധുവാക്കുന്ന അവസ്ഥയാണ് എന്ന് ഇബ്ലീസ് പറഞ്ഞു എന്നാണ്. വഅമ്മ സിൻഫുൽ ആഖർ, എന്നാൽ മനുഷ്യരിൽ മറ്റൊരു വിഭാഗം, 3 കൂട്ടരിൽ മറ്റൊരു വിഭാഗം, ഫഹും ഫി ഐദീന ബിമൻസിലത്തിൽ ഖുറത്തി ഫി ഐദി സിബിയാനിക്കും, അവർ ഞങ്ങളുടെ കൈകളിലാണ്, നിങ്ങളുടെ കുട്ടികളുടെ കൈകളിൽ പന്തിരിക്കുന്നത് പോലെയാണ്
അത്തരക്കാർ ഞങ്ങളുടെ കൈകളിൽ. നുഖല്ലിബുഹും കൈഫ ശിഅ്ന, ഞങ്ങൾ ഉദ്ദേശിക്കും വിധം ഞങ്ങൾ അവരെ മാറ്റിമറിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു. ഖദ് കഫൂന അംഫുസഹും, അവർ സ്വയമേവ ഞങ്ങൾ പണിയെടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അള്ളാഹു നമ്മെ കാക്കട്ടെ. അഊദു ബില്ലാഹ്. വ അമ്മ സിൻഫു സാലിസ്, എന്നാൽ മനുഷ്യരിൽ മൂന്നാമത്തെ വിഭാഗം, അവരെക്കുറിച്ച് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇബ്ലീസ് പറയുന്നത് ഫഹും മിസ്ലുക് മഅ്സൂമൂൻ, അവർ അങ്ങയെപ്പോലെയാണ്, അവർ പാപസുരക്ഷിതരാണ്. ലാ നഖ്ദിറു മിൻഹും അലാ ഷൈ, അവരെ തെറ്റ് ചെയ്യിപ്പിക്കാനോ കീഴ്പ്പെടുത്താനോ കുഴപ്പത്തിലാക്കാനോ ഒരു നിലക്കും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുകയുണ്ടായത്. യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട വേദക്കാരുടെ ചില നിവേദനം കേട്ടാണ് ഉഹൈബ് ഇബ്നുൽ വർദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു കാര്യം ഉദ്ധരിക്കുന്നത്. ഞാനത് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചത് മനുഷ്യരോടുള്ള ഇബ്ലീസിൻ്റെ ശത്രുത അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യർ ഇബ്ലീസിന് മുന്നിൽ ഇങ്ങനെ 3 വിഭാഗമായി വകതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ഒപ്പം ശൈത്താൻ മനുഷ്യരോട് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അങ്ങനെയുള്ള ശൈത്താനോട് നമ്മൾ കുഴപ്പത്തിലാകാതിരിക്കാൻ, അവന് നമ്മളിൽ ഇടം കൊടുക്കാതിരിക്കാൻ എങ്ങനെ വർത്തിക്കണം എന്നത് ബോധ്യപ്പെടാനുമാണ്. ആ വിഷയത്തിൽ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി സുന്ദരമായ ഒരാശയം ഇങ്ങനെ അവതരിപ്പിച്ചു. വഅലം അന്ന മസല ഇബ്ലീസ് മഅൽ മുത്തഖി വൽ മുഖല്ലിത്ത് കറജുലിൻ ജാലിസിൻ ബൈന യദൈഹി തആമുൻ, അറിയണം മുത്തഖിയുടെ കൂടെയും മുഖല്ലിത്തിന്റെ കൂടെയും ഇബ്ലീസിന്റെ ഉപമ. മുത്തഖി ഭക്തനാണ്, അള്ളാഹു കൽപ്പിച്ചത് ചെയ്ത് വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിന്ന് ഭക്തിയും സൂക്ഷ്മതയുമുള്ള മനുഷ്യൻ. മുഖല്ലിത്ത്, അയാൾ നന്മയും തിന്മയും കലർത്തിയവനാണ്. ആദർശത്തിൽ കലർപ്പുണ്ട്, ഭക്തിയുള്ളതോടൊപ്പം അവനിൽ തിന്മയുമുണ്ട്. ഈ 2 കൂട്ടരോടും ഇബ്ലീസിന്റെ ഉപമ കറജുലിൻ ജാലിസിൻ ബൈന യദൈഹി തആം, തന്റെ മുന്നിൽ ഭക്ഷണം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ്. ഫമറ ബിഹി കൽബുൻ, ഭക്ഷണം വെച്ചിരിക്കുന്നവന്റെ മുന്നിലൂടെ ഒരു നായ കടന്നുപോയി. അപ്പോൾ നായയോട് ഇരിക്കുന്ന വ്യക്തി ഇഖ്സ എന്ന് പറഞ്ഞു, അതിനാട്ടിപ്പായിച്ചു. ഫദഹബ്, ആ നായ കടന്നുപോയി. ഫമറ ബി ആഖറ ബൈന യദൈഹി തആമുൻ വലഹ്മുൻ, എന്നാൽ ഈ പട്ടി അല്ലെങ്കിൽ നായ മറ്റൊരാളുടെ അരികിലൂടെ കടന്നുപോയി, അയാളുടെ മുമ്പിൽ ഭക്ഷണമുണ്ട്, മാംസവുമുണ്ട്. ഫകുല്ലമ അഖ്സഅഹു ലം യബ്രഹ്, ഈ വ്യക്തി കടന്നുപോകുന്ന നായയെ ആട്ടിപ്പായിക്കുമ്പോഴെല്ലാം നായ പോകാതെ അവിടം കൂടുകയാണ്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഫൽ അവ്വലു മസൽ മുത്തഖി യമുറു ബിഹി ശൈത്താൻ, ഒന്നാമത്തേത് മുത്തഖിയുടെ ഉപമയാണ്. ശൈത്താൻ അവനിലൂടെ കടന്നു പോകുന്നു. ഫയക്ഫീഹി ഫീ തർദിഹി അദ്ദിക്ർ, ആ ശൈത്താനെ ദൂരപ്പെടുത്താൻ അയാൾക്ക് ദിക്ർ മതിയാകും. കാരണം അവൻ്റെ അടുക്കൽ ത്വാമ് മാത്രമാണ്, നന്മ മാത്രമാണ്, ഭക്തി മാത്രമാണുള്ളത്. വസാനി, എന്നാൽ അപരൻ, രണ്ടാമത്തവൻ, അത് മസലുൽ മുഖല്ലിത്ത്, മുഖല്ലിത്തിൻ്റെ ഉപമയാണ്, നന്മയും തിന്മയും സമ്മിശ്രമായുള്ളവൻ. ലാ യുഫാരിഖുഹു ശൈത്താൻ ലിമകാനി തഖ്ലീതിഹി, അവനിൽ രണ്ടും കലർന്നതിനാൽ ശൈത്താൻ അവനെ ഒരിക്കലും വിട്ടുപോവുകയില്ല. ഭക്ഷണവും മാംസവും കണ്ട ആളുടെ അടുക്കൽ നായ നിൽക്കുന്നത് പോലെ. എന്നിട്ട് ഇബ്നുൽ ജൗസി പറയുന്നത് നഊദു ബില്ലാഹി മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്ന് അള്ളാഹുവിൽ നാം രക്ഷക്ക് തേടുന്നു എന്നാണ്. ഭക്തിയുള്ള ജീവിതവും അള്ളാഹുവിനുള്ള ദിക്റും സജീവമാണ് എങ്കിൽ വ്യക്തമായ ഈ ശത്രു വഴിമാറാനും ദൂരപ്പെടാനും അതാണ് കരണീയമായ കർമ്മം എന്ന് ഇമാം ഇബ്നുൽ ജൗസി ഈ ഒരു ചിത്രീകരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ഗുരുവര്യൻ തൻ്റെ ശിഷ്യനോട് ഒരു ചോദ്യം ഉന്നയിച്ചു എന്നാണ്. മാ തസ്നഉ ബി ശൈത്താനി ഇദാ സവ്വല ലക്കൽ ഖതായ, ശൈത്താൻ തെറ്റുകുറ്റങ്ങൾ നിനക്ക് അലങ്കരിച്ച് തോന്നിപ്പിച്ചാൽ എന്ത് ചെയ്യും? ശിഷ്യൻ പറഞ്ഞു ഉജാഹിദുഹു, ഞാൻ ശൈത്താനോട് ജിഹാദ് ചെയ്യും. ഫൈൻ ആദ്, ശൈത്താൻ മടങ്ങി വന്നാലോ? ശിഷ്യൻ പറഞ്ഞു ഉജാഹിദുഹു, ഞാൻ ജിഹാദ് ചെയ്യും. ഫൈൻ ആദ്, പിന്നെയും മടങ്ങി വന്നാലോ? ഖാല ഉജാഹിദുഹു, ഞാൻ ജിഹാദ് ചെയ്യും. അപ്പോൾ ഗുരു പറഞ്ഞു എന്നാണ് ഹാദ യതൂൽ, താങ്കളുടെ ജിഹാദ് ശൈത്താന് നേരെയുള്ളത് എങ്കിൽ നീണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു കൊടുത്തു അറഅയ്ത ഇൻ മറർത ബിഗനമിൻ ഫനബഹക കൽബുഹ ഔ മനാക മിനൽ ഉബൂരി മാ തസ്ന, ഒരു ആട്ടിൻപറ്റത്തിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണ് എങ്കിൽ ആ ആട്ടിൻപറ്റത്തിന് കാവലുള്ള നായ നിനക്ക് നേരെ കുരച്ചാൽ അല്ലെങ്കിൽ കടന്നു പോകുന്നതിന് തടസ്സം സൃഷ്ടിച്ചാൽ താങ്കൾ എന്താണ് ചെയ്യുക? അയാൾ പറഞ്ഞു ഉകാബിദുഹു, തടയുന്ന നായയെ ഞാൻ മല്ലിട്ട് അതിനോട് മത്സരിച്ച് വ അർദുഹു ജുഹുദി, കഴിയുന്നത്ര ഞാൻ അതിനെ മടക്കാൻ തിരുത്താൻ ശ്രമിക്കും. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, ഗുരുശ്രേഷ്ഠർ പറഞ്ഞു കൊടുത്തു ഹാദാ യതൂലു അലൈക്ക്, ഇങ്ങനെ ഈ ആട്ടിൻപറ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ നായയെ ചെറുക്കാൻ പരിശ്രമിച്ചാൽ അത് കുറേ സമയമെടുക്കും. വലാക്കിൻ ഇസ്തഈൻ ബിസാഹിബിൽ ഗനം,
യക്ഫു അൻക്, എന്നാൽ ഈ ആട്ടിൻപറ്റത്തിൻ്റെ ഉടമയോട് സഹായം അഭ്യർത്ഥിക്ക്. യക്ഫു അൻക്, എങ്കിൽ താങ്കൾക്ക് വേണ്ടി ഈ നായയെ ആ ഉടമസ്ഥൻ തടഞ്ഞുകൊള്ളും, അപ്പോൾ കടന്നു പോകാൻ എളുപ്പമാകും എന്നാണ്. ഈ ഒരു ഉപമ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിനോടുള്ള ദുആയും രക്ഷാതേട്ടവും എത്രമേൽ അനിവാര്യമാണ് ശൈത്താനെ പെട്ടെന്ന് ചെറുക്കാനും പെട്ടെന്ന് വഴിമാറ്റാനും എന്ന് ബോധ്യപ്പെടാനാണ്. പിശാജ് തിന്മകൾ അലങ്കരിക്കുമ്പോഴൊക്കെ ആ പിശാജിനോട് മല്ലിടാൻ നിന്നാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആയിരക്കുകയും രക്ഷാതേട്ടം നടത്തുകയും ചെയ്താൽ പിശാചിനെ തുരത്താൻ വഴിമാറ്റാൻ അതാണ് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകുന്ന കർമ്മം എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഒരു കവി പറഞ്ഞു, ഇദാ ശിഅത അൻ തൽഖാ അദുവക റാഗിമൻ ഫതുഹ്രിഖഹു ഹുസ്നൻ വതഖ്തുലഹു ഗമ്മ ഫഅലൈക ബിൽ ഇഖ്ലാസി വസ്സുഹ്ദി വത്തുഖ ഫമൻ ഫാസ ഫീഹാ മാത ഹുസ്സാദുഹു ഹമ്മ എന്നാണ്. ശത്രുവിനെ പരാജിതനായി കാണുവാൻ താങ്കൾ ഉദ്ദേശിച്ചാൽ, ദുഃഖം പേറി അവൻ കത്തിക്കരിയാനും വിഷമം പേറി കൊല്ലപ്പെടാനും താങ്കൾ ഉദ്ദേശിച്ചാൽ, ഫഅലൈക ബിൽ ഇഖ്ലാസി വസ്സുഹ്ദി വത്തുഖ, താങ്കൾ ഇഖ്ലാസിനെ ആശ്രയിക്കണം, സുഹുദിനെയും തുഖയെയും. ഇഖ്ലാസ് നിഷ്കളങ്കതയാണ്, സുഹുദ് വിരക്ത ജീവിതമാണ്, തുഖ ഭക്തി ജീവിതമാണ്. ഇഖ്ലാസും സുഹുദും തുഖയും താങ്കൾ മുറുകെ പിടിക്കണം. ഫമൻ ഫാസ ഫീഹ, ഈ വിഷയങ്ങളിൽ ഒരാൾ വിജയിച്ചാൽ, മാത ഹുസ്സാദുഹു ഹമ്മ, അവനോട് അസൂയയുള്ള ശത്രുക്കൾ മനോവിഷമത്താൽ മരിച്ചു വീഴും എന്നാണ് കവി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് പറഞ്ഞു. കാരണം ശൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്ന്. ഈ വ്യക്തമായ ശത്രുവിനോട് എങ്ങനെ വർത്തിക്കണം, അവൻ ദൂരപ്പെടാൻ, അവൻ വഴിമാറാൻ, അവൻ വിതക്കുന്ന വിരിക്കുന്ന വിപത്തിലും കെണിയിലും അകപ്പെടാതിരിക്കാൻ, അതൊക്കെ മനസ്സിലാക്കുവാനാണ് ഈ ആപ്തവാക്യങ്ങളും കവിതയുമൊക്കെ കേൾപ്പിച്ചത്. ദിക്റാണ്, ദുആ ആണ്, ഇസ്തിആദത്ത് അഭയത്തേട്ടമാണ്, അതേപോലെ ഇഖ്ലാസുള്ള ഭക്തിയുള്ള വിരക്തിയുള്ള ജീവിതമാണ്. ഇതൊക്കെ നമ്മൾ ധാരാളം വിശുദ്ധ വചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളുമാണ്. നമ്മുടെ ഈ ഒരു വചനം സൂറത്തുൽ ബഖറയിലെ 168 വചനം നമുക്ക് ചില അടിസ്ഥാന ആദർശങ്ങളെയും ചില കർമ്മപരമായ മസ്അലകളെയും പഠിപ്പിക്കുന്ന വചനമാണ്. നമ്മൾ ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ അത് പഠിച്ചു പോകേണ്ടത് അനിവാര്യവുമാണ്. അടുത്ത എപ്പിസോഡിൽ ഏതാനും വിഷയങ്ങളും മസ്അലകളും നമുക്ക് തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.